നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു അനിയൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. ആ സമയത്ത് എസ് ഐ സക്രി ചോദിച്ചു, ഇതെന്താടാ കൊച്ചനെ, നീ ഇതെന്ത് പരിപാടിയെ കാണിച്ചേ? പട്ടാ പകല് ഒരു പെൺകുട്ടിനെ നടുറോട്ട് വെച്ച് കർണത്തടിക്കാൻ കൊള്ളാവോ? എന്റെ സാറേ, അവളുടെ കർണത്തടിച്ചില്ലെങ്കിലോ കുഴപ്പമുള്ളൂ. എന്താ ചെക്കനെ, നീ ജയിലിലേക്ക് പോവും, അതറിയാവോ? ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അനി നല്ല കൂളായിട്ടാ പറയുന്നത്. അത് കേട്ടപ്പം എസ് ഐ പറഞ്ഞു, ജയിലിൽ പോയാൽ മറ്റു പലരെയും കാണാൻ പറ്റില്ല. നന്ദുവിനെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞ് ഒരു ദയാർത്ഥം വെച്ചുള്ള സംസാരമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നന്ദുവിന് ദേഷ്യം വന്നു. നന്ദു ചോദിച്ചു, അല്ല താൻ ആ ഓമന എന്ന് പറയുന്ന സ്ത്രീ കൊണ്ടെത്തുന്ന പരാതി, അതിനെതിരെ എന്തിനും ആക്ഷൻ എടുത്തോ? അവരുടെ ഭർത്താവ് ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട്. ഇല്ല മാഡം, ഞാൻ അങ്ങോട്ടേക്ക് പോവാനായിട്ടിരിക്കുമായിരുന്നു. ഇനി എപ്പോഴാണോ പോകുന്നേ? അതിന് താൻ കബഡി നിർത്തിയാണോ പോകുന്നേ? അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോളൂ ഇവിടെ, ഒരു പണിയും ചെയ്യാതെ. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനിയോട് പറഞ്ഞു വരാൻ പറഞ്ഞ് അനിയൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും എസ് ഐ അടുത്ത് നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, കാമുകനെ അറസ്റ്റ് ചെയ്തോണ്ട് വന്ന ദേഷ്യമാ, ആ ദേഷ്യം നമ്മുടെ അടുത്ത് തീർക്കുന്നേ. പിന്നെ അകത്ത് വേറൊരു കോമഡി പീസ് ഉണ്ട്, അത് ഇതിന്റെ അപ്പുറം. പക്ഷെ അതിനെ കൂടി ഇത്തിരി ഉപകാരമുണ്ട്. അയാൾ വന്നേ പിന്നെ, ആ സി ഐ വന്നേ പിന്നെ നമുക്ക് ഇത്തിരി കൈമുടക്കൊക്കെ കിട്ടുന്നുണ്ട്, ചായ കുടിക്കാനുള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും ആ വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞു, അത് ശരിയാ, അവര് വന്നേ പിന്നെ എന്താണെങ്കിലും നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട്, ആ കാര്യത്തിൽ പിന്നെ കുഴപ്പമില്ല. അനിയൻ കൊണ്ട് അകത്തേക്ക് പോകുന്നതിനിടയിൽ നന്ദു ചോദിച്ചു, എടാ നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? എന്താ നന്ദു, നീ എന്തിനാ അവളുടെ കർണത്തടിച്ചേ? അവളുടെ ഒരു കർണത്തല്ല, അവളുടെ രണ്ട് കവളത്തും അടിക്കേണ്ടതാ. ഞാനായതുകൊണ്ട് അത്രയും ചെയ്തുള്ളൂ. എടാ, അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ എന്റെ മുത്തശ്ശനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കണം എന്നാണ് നീ പറയണേ? എന്നെ കൊണ്ടതൊന്നും പറ്റില്ല. നന്ദു പറഞ്ഞു, ഇപ്പൊ നിന്റെ കർണം അടിച്ചോ, ഞാനൊരെണ്ണം തരുവോ ചെയ്യണ്ടേ? തന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കർണത്ത് നീ അടിക്കുവാണെങ്കിൽ മറു കർണം കൂടെ ഞാൻ കാണിച്ചു തരും. എടാ, നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കുവാണോ? അത് കേട്ടപ്പോ അനി പറഞ്ഞു, തോൽപ്പിക്കാൻ വേണ്ട ഞാനാ? ഞാൻ തോൽപ്പിക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ ജയിച്ചേന്ന് എന്നിട്ട് കാര്യമുണ്ടോ നന്ദു? ഇടയ്ക്കൊക്കെ ഒരു തോൽവി വേണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ ജീവിതം ആത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന്. അങ്ങനെ സംസാരിക്കണ സമയത്ത് സി ഐ അങ്ങോട്ടേക്ക് വന്നത്. സി ഐ കണ്ടപ്പോ നന്ദി ചോദിച്ചു, അല്ല സാറേ, അനിയെ കോടതി ഹാജരാക്കണ്ടേ? അത് നന്ദു, കോടതി സമയമൊക്കെ ഏകദേശം കഴിയാറായി. നമ്മൾ ഇവിടുന്ന് അവിടെ കൊണ്ടില്ലുമ്പത്തേനും കോടതി വിളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലോ, അപ്പൊ എന്ത് ചെയ്യും സാറേ? നന്ദു ഒന്ന് വന്നേ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. നന്ദു അനിയെ നോക്കിയിട്ട് സി ഐയുടെ പിന്നാലെ അങ്ങോട്ടേക്ക് പോയി. സി ഐ നന്ദുവിനോട് പറഞ്ഞു, നന്ദു എന്ത് ചെയ്യണമെന്ന് ഞാൻ ആകെപ്പാടെ കൺഫ്യൂഷനില്ല. എന്താ സാറേ കാര്യം? അത് അനിയുണ്ടല്ലോ, അവനെ എവിടെ എത്തും എന്നുള്ളത്. കാരണം അകത്ത് കയറ്റി ഇരുത്താന്ന് വെച്ചാൽ ഡിവൈഎസ്പി എപ്പോഴാ വരണേന്ന് അറിയത്തില്ല. ഡിവൈഎസ്പിക്ക് സ്പെഷ്യൽ താല്പര്യമുള്ള ഒരു കേസായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറ്റിയിരുത്തിയ അത് പ്രശ്നമോ? പിന്നെന്ത് ഈ സാറേ? അല്ല, ലോക്കപ്പിന്റെ ഫ്രണ്ടിൽ ഇരുത്താന്ന് വെച്ചാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അവിടെ ഇരുത്തുന്നുണ്ടാൻ ഡിവൈഎസ്പി എന്നിട്ട് ചോദിക്കും, ഇതെന്താ ഇവിടെ ഇരുത്തിയേക്കുന്നത്? ഇയാൾക്ക് എന്താ സ്പെഷ്യൽ കൺസെഷൻ ആണെന്ന് ചോദിച്ചാൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം എനിക്കുണ്ട്. അനിയുടെ കർണത്തടിച്ചതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. നന്ദു എന്താന്ന് വെച്ചാൽ പറ, എന്ത് വേണം ഞാൻ ചെയ്യാം. അതെല്ലാം സിയുടെ ഒരു കുരുക്കായിരുന്നു. നന്ദു പറഞ്ഞു, അതിപ്പോ സാറേ, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ജോലിയെ ബാധിക്കാത്ത രീതി വേണം ചെയ്യാനായിട്ട്. ഒരു കാര്യം ചെയ്യും നന്ദു അയാളെ ലോക്കപ്പിനകത്തേക്ക് കയറ്റിയിരുത്ത്. അല്ലാതെ പറ്റില്ല. നമുക്കൊരു പ്രശ്നവും നാളെ ഉണ്ടാവാനായിട്ട് പാടില്ല. അല്ല, നന്ദു ഞാനൊക്കെ നീതി വെട്ടി പെരുമാറുന്ന ആൾക്കാരല്ലല്ലോ, ആർക്കും ഒരു സൗജന്യം കൊടുക്കാറില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ വേണം, ആരുടെ മുഖം നോക്കാതെ വേണം ആക്ഷൻ എടുക്കാനായിട്ട്. നന്ദു പറഞ്ഞു, ശരി സാർ. അതും പറഞ്ഞ് അനിയുടെ അടുത്തേക്ക് പോയി. അനിയുടെ അടുത്തേക്ക് നന്ദു ചെന്നിട്ട് പറഞ്ഞു, അനി, നിനക്ക് മാത്രമായിട്ട് പ്രത്യേകം ഒരു ഫേവർ തരാൻ പറ്റില്ല. നിന്നെ ലോക്കപ്പിൽ അടയ്ക്കണം. അത് കേട്ടപ്പം അനി പറഞ്ഞു, അതിനെന്താ? അല്ല, സി ഐ സാറാ പറഞ്ഞ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉയർന്ന റാങ്കിലുള്ള ആരെങ്കിലും വരുമെന്ന്. അപ്പോഴേക്ക് സി ഐ പറഞ്ഞു, അയ്യോ അനി, എനിക്കങ്ങനെ നിന്നെ ലോക്കപ്പിൽ അടയ്ക്കണമെന്ന് ഒരു നിർബന്ധവും. പക്ഷെ മുകളിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രം ഫേവർ ചെയ്തെന്നും പറഞ്ഞ് അത് വലിയ പ്രശ്നമോ? അനി പറഞ്ഞു, അതിന് എന്താ സാറേ? സാറ് ലോക്കപ്പിൽ അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല ആ കാര്യത്തില്. അല്ലെങ്കിലും എനിക്ക് വേണ്ടി മാത്രം ഒരു ഫേവർ ചെയ്യേണ്ട കാര്യമില്ല ആരും. അങ്ങനെ അനിയും കൊണ്ട് ലോക്കപ്പിന്റെ അടുത്തേക്ക് പോവാണ് നന്ദു സി ഐ ഒക്കെ. അനി ഇങ്ങനെ നന്ദുവിനെ തന്നെ ഇടയ്ക്ക് നോക്കി അങ്ങനെ ലോക്കപ്പിലേക്ക് കയറ്റി. അപ്പോഴേക്കും സി ഐ പറഞ്ഞു, അല്ല, എനിക്ക് വല്ല കുഴപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നോക്കണ്ട. അല്ലെങ്കിലും അതിനകത്തൊരു കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേതായ ശിക്ഷ കിട്ടണം, അങ്ങനെയല്ല നിയമം. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനില്ല സാറേ. അല്ല നീ, അത് പിന്നെ സാറ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല.
ലോക്കപ്പിൽ കിടക്കുന്ന അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് സഹിച്ചില്ല. നന്ദുവിന് മുഖത്ത് ഭയങ്കര വേദന. സിയയെ ശ്രദ്ധിച്ചു. അവൻ ലോക്കപ്പിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിലെ വേദന, ആ വേദന വേണം ആദ്യം പറിച്ചു മാറ്റി വെക്കാനായിട്ട്. ഒന്നും അറിയത്തില്ലാത്ത മട്ട് സിഐ അനിയോട് പറഞ്ഞു, അനി അനി ലോക്കപ്പിൽ കിടക്കുന്നതാണ്. ഇപ്പം എനിക്ക് നല്ല വേദനയുണ്ട്, നല്ല വിഷമമുണ്ട്. അനി എന്തിനാ ആ അനാമിക എന്ന് പറയുന്ന പെണ്ണിനെ തല്ലാൻ പോയത്? എന്റെ സാറേ, അവളെ ഞാനല്ല ആരാണെങ്കിലും തല്ലിപ്പോ. അമ്മാതിരി ഭർത്താനല്ലേ പറഞ്ഞത്. അനി അവള് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാ. അനി ഈ അവസ്ഥയിൽ ഇങ്ങനെ കാണാൻ. പെണ്ണൊരുമ്പട്ടാണെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ എന്തായി? അനി ഇങ്ങനെ ആയില്ലേ? ഇനിയിപ്പം മീഡിയക്കാരൊക്കെ പറഞ്ഞു വരുത്തും അനന്തപുരിയിലെ കൊച്ചുപോന പോലീസ് ലോക്കപ്പിൽ നിന്ന്. അതിനു വേണ്ടിയിട്ട് അവളൊരു നാടകം കളിച്ചല്ലേ. ആ നാടകത്തിൽ അനി വീണുപോയി. അനി പറഞ്ഞു, അതൊന്നും എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അനി. എന്നാലും അനി ഇതൊക്കെ ചിന്തിച്ചു വേണ്ടായിരുന്നു കൈകാര്യം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തില്. അല്ലെങ്കിലും അവള് ചാനലിൽ കയറി എന്തൊക്കെയാ പറഞ്ഞത് അനിയെക്കുറിച്ചും നന്ദുവിനെ കുറിച്ചും. പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ നന്ദുവിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കേട്ടാൽ പോലും എനിക്കൊരു കുഴപ്പമില്ല. അല്ല അനി, ഞാൻ അവളെ വിവാഹം ആലോചിച്ച് ചെയ്തതിൽ ചെന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാ. നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനും പാടില്ല. അപ്പോഴേക്കും അനി മനസ്സിൽ പറഞ്ഞു, അതിന് തന്നെ അവൾ വിവാഹം കഴിച്ചിട്ട് വേണ്ടേ. പക്ഷെ അനി പറഞ്ഞു, സാറ് വിവാഹം ആലോചിച്ചതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ അനി പറയണേ. നന്ദുവിനെ വിളിച്ചു. അല്ല, നന്ദുവിന് എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് തന്നെ ഇഷ്ടമില്ലടോ എന്ന് മനസ്സിൽ പറഞ്ഞു. പക്ഷെ പുറമെ വേറെന്താ പറഞ്ഞത്? എനിക്കെന്ത്, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് നന്ദു പറഞ്ഞേ. നന്ദുവിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാ ശരി, നന്ദുവിന് ഡ്യൂട്ടി നടക്കട്ടെ. അതും പറഞ്ഞ് സിയ അങ്ങോട്ടേക്ക് പോയി. അതേസമയം ദേവേനി നല്ല വിഷമത്തിൽ ഇരിക്കുക. അപ്പോഴേക്കും ആദർശം നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ദേവേനി വന്നിട്ട് ദേവേനി ചോദിച്ചു, അല്ല അനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായടാ മോനെ? ആ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോകാൻ ഇറങ്ങുക. നന്ദുവിനെ ആ സിയേനെ കണ്ടൊന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ടെങ്കിലോ. അല്ല, അനി അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അമ്മേ അങ്ങനെയൊക്കെ സംഭവിച്ചേ. അവന് അവളുടെ കർണത്തടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടാ മോനെ, ആരാണെങ്കിലും അവളെ അടിച്ചു പോവും. അവളുടെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ച. അവൾ അത്രയ്ക്ക് ക്രൂരതയൊക്കെയല്ലേ ഈ കുടുംബത്തോട് കാണിച്ചേ. അനി ചെയ്ത് നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. എന്നാലും അമ്മേ, പൊതുസ്ഥലത്ത് വെച്ച് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവൾക്കതൊരു തെളിവാണല്ലോ. നയനിത് പറഞ്ഞപ്പം ആദർശ് പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ആ CI നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകാനുള്ള ആളാണല്ലോ. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും ബന്ധുക്കാരാവാനുള്ളതാണല്ലോ. അതുകൊണ്ട് എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ഞങ്ങൾ വരാം. ദേ, നിങ്ങൾ വരുമ്പം അനി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അവനെ കൂട്ടിക്കൊണ്ടോ വരാവുള്ളൂ കേട്ടോ. ശരിയെന്നും പറഞ്ഞ് ആദർശ് നയനെ ഇറങ്ങി. ദേവേനിക്ക് നല്ല സങ്കട. ആദർശിനെ അതേപോലെ എങ്ങനെ കാണുന്നോ അതേപോലെ ഒരു സ്ഥാനത്താണ് അനിയൻ കാണുന്നത്. അനിയൻ സ്വന്തം മകനെ പോലെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ദേവേനിക്കും അത് സഹിക്കാൻ പറ്റില്ല. അതേസമയം ആദർശം നയനയും കൂടെ കുറച്ച് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ASI ഒരു കോൺസ്റ്റബിൾ, വനിതാ കോൺസ്റ്റബിളോട് സംസാരിച്ചുകൊണ്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. അപ്പോഴേക്കും ആദർശം നയനെ അങ്ങ് വരുന്നുണ്ട്. ഇവരെ മനസ്സിലാവുമെന്ന് ചോദിക്കുക ആ വനിതാ കോൺസ്റ്റബിളിനോട്. മനസ്സിലായി. അനന്തപുരിയിലെ കൊച്ചുമോനും അവൻ്റെ ഭാര്യ. അല്ല, ഈ പെണ്ണ് ആ നന്ദു എന്ന് പറയുന്നവളുടെ ചേച്ചിയാ. ആണോ? അതെ അതെ, അങ്ങനെയാ. വലിയ ഡിസൈനറൊക്കെയാ. അപ്പോഴേക്കും ആദർശം നയനയും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ASI എന്ന് ആദർശിനോട് ചോദിച്ചു, എൻ്റെ സാറിൻ്റെ അനുജൻ ഇത് എന്ത് പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പട്ടാപ്പോലെ ഒരു പെൺകുട്ടിയുടെ കാരണത്ത് തല്ലുക. അതെ, അത്രയല്ലേ അവൻ ചെയ്തുള്ളൂ. അപ്പോഴേക്കും നയന ചോദിച്ചു, അല്ല നന്ദു ഇവിടെ ഉണ്ടോ? നന്ദു ഉണ്ട്, CI സാറും ഉണ്ട്. നന്ദു മാഡത്തെ CI സാറിനെ കാണണമെങ്കിൽ കയറി കണ്ടു. നയന പറഞ്ഞു, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ, നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അതും പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ASI പറഞ്ഞു, സാറിൻ്റെ അനുജന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എടോ, ആ അനാമിക എന്ന് പറയുന്ന പെണ്ണിന്റെ നാവ് വെച്ച് ഇതല്ല അവൾക്കൊട്ട് കൊടുക്കണ്ടേ. അവനായതുകൊണ്ട് ഇത്രയല്ലേ ചെയ്തുള്ളൂ. അവളെ കൊന്നില്ലല്ലോ. ഞാനായിരുന്നെങ്കിൽ അതും ചെയ്തേനും. അതും പറഞ്ഞ് ആദർശ് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്ക് ASI വനിതാ കോൺസ്റ്റബിളിനോട് പറഞ്ഞു, കണ്ടില്ലേ ഇയാളുടെ അഹങ്കാരം? അനന്തപുരിയിലെ കൊച്ചുമന പോരാത്തേന് ഭയങ്കര MD ആന്നുള്ള ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം. അല്ല, അനുജൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ചേട്ടൻ ഈ സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെയാ അനുജൻ ചെയ്യാതിരിക്കുന്നേ എന്നും പറഞ്ഞ് ASI അങ്ങോട്ടേക്ക് പോയി. അതേസമയം ആദർശ് സിയയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. പിന്നീട് സിയയുടെ സംസാരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, എൻ്റെ അമ്മ
അനിയുടെ അമ്മയെക്കാളും കൂടുതലായിട്ട് അനിയെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ അമ്മ പറഞ്ഞു വിട്ട തിരികെ ചെല്ലുമ്പോൾ അനി കൂടെ ഉണ്ടാവണമെന്നാ. സിഐ പറഞ്ഞു, എന്ത് ചെയ്യാനാ സാറേ, അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ കവിളത്തെ 5 വിരലും പതിഞ്ഞു കിടക്കുക. ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഞാനും അല്ലെങ്കിൽ സാറിന്റെ അനുജത്തി ഉണ്ടല്ലോ നന്ദു, ഞങ്ങൾ കുറെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പോലും എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ ഈ പറയുന്ന അനാമികയുടെ അച്ഛന് മോള് നല്ല പിടിപാടും കാര്യങ്ങളും ഉണ്ട്. ആദർശ് പറഞ്ഞു, അതിനേക്കാളും പിടിപാടൊക്കെ ഉള്ള ആളാ എന്റെ മുത്തശ്ശൻ. മുത്തശ്ശൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനും എന്റെ അച്ഛനും ഒക്കെ ചേർന്ന് എങ്ങനെയെങ്കിലും അനിയെ ഊരിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോർത്താ ഇങ്ങോട്ടേക്ക് വന്നേ. സാറേ, അത് നടക്കുമെന്ന് തോന്നില്ല. പിന്നെ ഞാൻ ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാട്ടോ ലോക്കപ്പിൽ ഇട്ടത്. കാരണം ഒരു ഫേവറും ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേര് വേറെ നാളെ പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. അല്ല, സാറൊന്ന് ഓർത്ത് നോക്കി, സാറിന്റെ അനുജൻ തന്നെയാ അനി. പക്ഷേങ്കിൽ നന്ദുവിന്റെ പിന്നാലെയല്ല അവളിന്റെ നടത്തം. ഞങ്ങള് ഇന്ന് തന്നെ ഗ്രൗണ്ടിൽ നടക്കാൻ പോയ സമയത്ത് അവിടെ അനി ഉണ്ടായിരുന്നു. അവന് നന്ദുവിനെ പ്രതീക്ഷ നിൽക്കുമായിരുന്നു തോന്നേ. അപ്പൊ അതിന് കുറച്ചു മുമ്പ് എങ്ങാണ്ട് അനാമയെ അങ്ങോട്ടേക്ക് വന്നേ. അനാമയുടെ കർണത്ത് തല്ലുകയും ചെയ്തേ. ഇപ്പോഴും അവര് തമ്മിൽ ബന്ധമൊന്നും വേർപിരിഞ്ഞിട്ടില്ല. നിയമപരമായിട്ട് അനിയുടെ ഭാര്യയാണ് അനാമിക. അപ്പൊ പിന്നെ അങ്ങനെ തല്ലാനൊക്കെ പാടുണ്ടോ? അത് മാത്രമല്ല, നന്ദുവിന്റെ പിന്നാലെ അവനിങ്ങനെ എന്തിനാ നടക്കണേ? അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല സാറ് പറയുന്ന കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ അവളുടെ കയ്യിരിപ്പ് വെച്ച് അവളുടെ കർണത്ത് നാളെണ്ണം കൂടെ കൊടുക്കണ്ട. അതുപോലത്തെ കയ്യിരിപ്പ. പക്ഷെ അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അത് പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തും കാര്യങ്ങളും ഉണ്ടാവും. അനി അല്ലെങ്കിലും ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ടത് ഇരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കണേ. പിന്നെ എനിക്ക് ആ പയ്യനെ അകത്തിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് കിട്ടാൻ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം സാറേ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, കുഴപ്പമില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നയന നന്ദുവിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. സാറേ, ലോക്കപ്പിലിട്ടതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടിട്ടതല്ല. പക്ഷെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. അതൊന്നും കുഴപ്പമില്ല. അവനായിട്ട് പ്രത്യേക ഫേവറേഴ്സ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട. അതും പറഞ്ഞ് ആദർശ് അങ്ങോട്ടേക്ക് പോയി. ആ സമയം ഒരു ഒന്നൊന്നാം ദിനം ചിരിക്കുവാണ് CI. എല്ലാവർക്കും പണി കൊടുത്തെന്നുള്ള രീതിയിലാണ് അവന്റെ ചിരി. അപ്പോഴ് ഇതേ സമയം നയന നന്ദുവിന്റെ അടുത്ത് സംസാരിക്കുക. നന്ദു നയനയോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. കാരണം അനാമിയുടെ കർണത്തടിച്ച ആ ഒരു പാട് അനാമിയുടെ കവിളത്തുണ്ട്. അതൊരു വലിയ തെളിവായിട്ടിരിക്കുക. അല്ലെങ്കിലും അനി കുറച്ചുകൂടെ ഒന്ന് നോക്കണമായിരുന്നു. അവന് എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. നയന പറഞ്ഞു, അതല്ലേലും ഞാൻ പലപ്പോഴും അവനോട് പറഞ്ഞിട്ടുണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കലെന്ന്. പക്ഷെ അനി ഇവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ചേച്ചി. അതുപോലെയുള്ള വർത്താനമല്ലേ അവൻ അത്രമാത്രം സ്നേഹിക്കുന്ന അവന്റെ മുത്തശ്ശനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ആദർശനാണെങ്കിലോ അതൊക്കെ കേട്ട സഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് അനി പ്രതികരിച്ചു പോയി. അത്രേ ഉള്ളൂ. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇവിടെ എല്ലാത്തിനും കാരണം നീയാ. ഞാനിത് തെറ്റിയെന്ന. അതെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നന്ദു നിന്നോട്, അനിയും നീയും തമ്മിൽ കാണരുതെന്ന്. ആ ഗ്രൗണ്ടിലേക്ക് നീ എന്തിനാ പോയത്? അനി വിളിച്ചിട്ടല്ല പോയത്. അല്ല, അത് പിന്നെ ചേച്ചി ഞാൻ വേണ്ട, നിങ്ങൾ രണ്ടുപേരും കാണാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് അമ്മ ഇടയ്ക്കിലേക്ക് കയറിയതുകൊണ്ട് നിനക്ക് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് CI സച്ചിൻ വന്ന് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. സത്യമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയണേ. അല്ല, അത് ശരിക്കും ആ സമയത്ത് അമ്മയെ സച്ചിന് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഗ്രൗണ്ടിൽ കൂടെ സംസാരിച്ച് നടന്നേരം. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി എന്നോട് തർക്കിക്കാനും വരണ്ട. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്നിട്ട് നന്ദുവിനോടും നയനയോടും പറഞ്ഞു, ആ CI പറഞ്ഞ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. പരസ്യമായിട്ടാണ് അനാമിയെ തല്ലിയതനി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജാമ്യം കിട്ടാൻ വഴിയില്ല. അല്ലേലും ജാമ്യം കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ CI അതിന് ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് CI അല്ലല്ലോ ഇവിടെ തെറ്റ് ചെയ്ത അനിയല്ലേ. പിന്നെ ഇപ്പൊ CI കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് കേട്ട് ഇനിയിപ്പോ നയനയ്ക്ക് നല്ല ടെൻഷനായി. നയന ആദർശിനോട് ചോദിച്ചു, അല്ല ആദർശേട്ടാ, അപ്പൊ അനി ജയിലിലേക്ക് പോവോ? എനിക്കറിയത്തില്ല. സാധാരണ ഇത്തരം കേസുകളിൽ റിമാൻഡ് ചെയ്യുക പതിവ്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നന്ദു പറഞ്ഞു, ഇനിയിപ്പം അനി പുറത്തിറങ്ങണമെങ്കിൽ ഒരു കാര്യമുള്ളൂ, അനാമിക കേസ് പിൻവലിക്കണം. അങ്ങനെ പിൻവലിക്കുവാണെങ്കിൽ അനിയെ പുറത്തിറക്കാൻ പറ്റും. അതിന് അവരങ്ങനെ ചെയ്യുവോ നന്ദു? ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നേ ഒരു DYSP ഉണ്ട്. എനിക്ക് വന്ന് ആ അനാമികയുടെ അച്ഛനും അയാളും തമ്മിൽ എന്തോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് തോന്നേ. അതിന്റെ പേരിലാന്ന് തോന്നുന്നത് CI വിളിച്ചു പറഞ്ഞിരിക്കുന്നേ. അല്ല, ഒരു പക്ഷേങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമില്ല. മുത്തശ്ശനാടെ ഇവിടെ ഇല്ല നന്ദു. എങ്ങനെയെങ്കിലും അനിയെ പുറത്തിറക്കാൻ പറ്റുമെന്നാ നോക്കട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോ അവന്
കോടതി ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ച് പുറത്തിറക്കാൻ നോക്കണം. അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ആദർശേട്ടാ എന്ന് പറഞ്ഞ് നന്ദു പറഞ്ഞു. അതെ, ആ CA ഉണ്ടല്ലോ, അയാൾക്ക് എന്നോട് മുമ്പേ തൊട്ട് പ്രത്യേക താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നേ അനിയെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് അനാമിയോടൊപ്പം അയാളും ഉണ്ടോന്നാ. എന്നെ പെണ്ണ് ആലോചിക്കുന്ന മുമ്പ് തന്നെ അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നേ. അപ്പൊ അനിയ ഒരു തടസ്സം വന്ന് കണ്ടു കഴിഞ്ഞപ്പോ അനിയെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോന്ന്. നല്ല കഥയെ നന്ദു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ആ CA അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ലെങ്കിൽ CA പറഞ്ഞിട്ടല്ലോ അനി അനാമികയുടെ കർണത്തടിച്ചേ അല്ലല്ലോ. പിന്നെ എന്തിനാ CA കുറ്റപ്പെടുത്തുന്നേ? നിനക്ക് ആ CA ആയിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, അത് പിന്നെ ആദർശേട്ടാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട നന്ദു. എനിക്കറിയാം നിനക്ക് ഇഷ്ടമില്ല അയാളെ. പക്ഷെ ഞങ്ങൾ കണ്ടിടത്തോളം ആ CA ഒരു പാവമാണ്. ഇനിയിപ്പം ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ അനി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അനിൽ ലോക്കപ്പിലല്ലേ? അതെ ആദർശേട്ടാ, പുറത്തിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ DYSP എപ്പോഴാ വരണേന്ന് അറിയത്തില്ല, അതുകൊണ്ടാ അകത്തിരുത്തിയ. കുഴപ്പമില്ല, ബാ നയനെ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് നയനെ വിളിച്ചോണ്ട് ആദർശ് അനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അനിയുടെ അടുത്തേക്ക് ആദർശം നയനയും വരുമ്പോൾ അനി ലോക്കപ്പിൽ കുത്തിയിരിക്കുവാണ്. ആ ഇരിപ്പ് കണ്ടപ്പോൾ നയനയ്ക്കും ആദർശം നല്ല സങ്കടമായി. അപ്പോഴേക്കും ഇവരെ കണ്ടപ്പോൾ അനി പെട്ടെന്ന് എഴുന്നേറ്റ് സെല്ലിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ആദർശം പറഞ്ഞു, എടാ എന്ത് പരിപാടിയെടാ നീ കാണിച്ചേ? നിനക്കൊന്ന് സ്വയം നിയന്ത്രിക്കാൻ മേലായിരുന്നു. നീ അവളെ തല്ലിയതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്റെ ആദർശേട്ടാ, എന്റെ മുത്തശ്ശനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ഇനിയും തല്ലും. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ടാണ് ഞാൻ അവളുടെ കർണത്ത് തല്ലിയത്. രണ്ടെണ്ണം കൂടെ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ദേനി, നീ വെറുതെ അനാവശ്യമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുക. അവൾ ഇതൊക്കെ പ്രതീക്ഷയായിരിക്കും വന്നത്. അല്ല, നീ എന്തിനാ ഗ്രൗണ്ടിലേക്ക് പോയത്? ഗ്രൗണ്ടിൽ എന്തിനാ ആദർശേട്ടാ? നടക്കാൻ പോയതാ. നയനെ വെച്ച് നടക്കാനാണോ നന്ദുവിനെ കാണാനാണോ? ഇതെന്താ നയനേച്ചി ഇങ്ങനെ പറയണേ? ആദർശോട് നിന്റെ കാര്യം ഏതാണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ ആ നടക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ല, നിന്നെ 3 ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചല്ലേ? പിന്നെ നീ അത് നോക്കാൻ എന്തിനാടാ ഇങ്ങനെ കറങ്ങാൻ പോയത്? ആദർശേട്ടാ, അത് ഞാൻ രാവിലെ പോയതല്ലേ, ഡ്യൂട്ടി സമയത്തല്ലല്ലോ പോയത്. പിന്നെ ആ സമയത്ത് അനാമ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഓരോ ചൊടിപ്പിക്കുന്ന വർത്താനങ്ങളൊക്കെ പറഞ്ഞു. കുറെയൊക്കെ ഞാൻ കേട്ടോണ്ട് വന്നു. എത്ര സമയം എന്ന് വെച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്നേ? കേൾക്കുന്നതിന് ഒരു പരിധിയില്ലേ? ആദർശ് പറഞ്ഞു, എടാ അവള് മനഃപൂർവ്വം നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്താണെങ്കിലോ അത് മനസ്സിലാക്കി വേണ്ടായിരുന്നോ നീ പെരുമാറാനായിട്ട്? അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ തലയിലേക്കൊന്നും കയറത്തില്ല. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇല്ലാതെ നീ ഗ്രൗണ്ടിലേക്കും പോകണ്ട, ഒരിടത്തേക്കും പോകണ്ട. ശരി. അല്ല, എനിക്കിപ്പോ ഒരു സംശയം. എന്താ? അല്ല, നീ മനഃപൂർവ്വം ഇനിയിപ്പം അനാമയുടെ കർണത്തടിച്ചാണോന്ന്? അതെന്തിനാ ആദർശേട്ടാ? അല്ല, ലോക്കപ്പിൽ വന്ന് കിടക്കാനായിട്ടെ. അങ്ങനെയാണെ നന്ദൂരെ കാണാലോ. നയന പറഞ്ഞു, അതും പറയാൻ പറ്റില്ല. ഇവന്റെ സ്വഭാവം ആയതുകൊണ്ട് ഇവൻ അതല്ല അതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അനു പറഞ്ഞു, ആദർശേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ ഒന്നും ഉദ്ദേശിക്കണ്ട. എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അറിയാലോ. ആ CA ആയിട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുക നന്ദുവിന്റെ. ആ സമയം വീണ്ടും ആ നന്ദുവിന്റെ പിന്നാലെ നടന്ന് നീ ഇങ്ങനെ ശല്യം ചെയ്യല്ലേ. അങ്ങനെ അനിയോട് സംസാരിച്ചിട്ട് ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് തിരിയുക. അനിക്ക് പ്രത്യേകിച്ച് വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ആദർശം നയനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. വീട്ടിൽ ചെന്നിട്ട് എന്തു പറയും? അനിയെ കൂട്ടുകൂടി ചെല്ലാന്നും പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നേ. പക്ഷെ അനിയില്ലാതെ അങ്ങ് ചെന്നാല് 100 ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതോർത്ത് രണ്ടുപേർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. അനിയെ കണ്ടിട്ട് ആദർശം നയനയും കൂടെ വരുന്ന സമയത്ത് നന്ദു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദു പറഞ്ഞു, ഇനിയിപ്പം നോക്കിയിട്ട് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. മുത്തശ്ശൻ ചിലപ്പം വിളിച്ചു പറയുകയാണെങ്കിൽ, കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് മുത്തശ്ശനെ കൊണ്ട് പറയിക്കുവാണെങ്കിൽ നന്ദുവിനെ അല്ല അനിയെ ചിലപ്പോൾ പുറത്തിറക്കാനായിട്ട് സാധിക്കും. ഇത് കേട്ടപ്പോൾ ആദർശം അത് നടക്കില്ല. മുത്തശ്ശൻ ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുക, നാളെ വരത്തുള്ളൂ. ആ സമയത്ത് മുത്തശ്ശനെ വെറുതെ വിളിച്ച് വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നയന പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാം അവനെ ഒപ്പിച്ചു വെച്ചല്ലേ, അവളെ തല്ലേണ്ട കാര്യമുണ്ടോ? നന്ദു പറഞ്ഞു, അത് മൂർത്തി മുത്തശ്ശനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടാ അനി അങ്ങനെ പ്രതികരിച്ച്. നയന പറഞ്ഞു, ആദർശനാണെങ്കിലും അങ്ങനെ ചെയ്യില്ലേ. മുത്തശ്ശനെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പറ്റി ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ആദർശാണ് അത് കേട്ട് മിണ്ടാതിരിക്കുവോ? അത് പിന്നെ ഞാനില്ല. അതേ അനിയും ചെയ്തുള്ളൂ. എന്നാലും അവനൊന്ന് വിചാരിക്കണമായിരുന്നു, ഇത് മനഃപൂർവ്വം അവനെ ചൊടിപ്പിക്കാൻ വേണ്ടി അവൾ ചെയ്താന്ന്. ഇതുവരെയായിട്ട് അവർ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. അവർ തമ്മിൽ ഇപ്പോഴൊരു ബന്ധമില്ലെങ്കിലും അവർ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പൊ ആ സ്ഥിതിക്ക് അവൻ നിയന്ത്രിക്കേണ്ടതല്ലായിരുന്നോ? നയന പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ട് അവനെ ജാമ്യത്തിലെടുക്കാൻ നോക്കണം. ആദർശ് പറഞ്ഞു, വക്കീലിനെ പോയി കണ്ടാലും അത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അറിയാലോ, കേസ് ഇതാണ്.
പിന്നെ അനാമി അനാമിയൊക്കെ നല്ല നല്ല പിടിപാട് നടത്തിയിട്ടുണ്ടെന്ന് തോന്നേ. നന്ദു പറഞ്ഞു, അതും ശരിയായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നേ ആ CA ഉണ്ടല്ലോ, അയാൾക്കൊരു ഇരട്ടത്താപ്പ് നയവന്ന്. ഇരട്ടത്താപ്പ് നയോ? എന്താ നന്ദു നീ അങ്ങനെ പറയണേ? അല്ല, അവരോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് നയന പറഞ്ഞു, ദേ നന്ദു, നീ വെറുതെ അനാവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. നിനക്ക് അയാളെ ഇഷ്ടമില്ല, അയാളെ വിവാഹം ആലോചിച്ചും നിനക്ക് ഇഷ്ടമില്ല. അപ്പൊ അതല്ലേ നിന്റെ പ്രശ്നം. അതുകൊണ്ട് അയാളെ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ടാ നീ നോക്കുന്നേ. ആ ബുദ്ധി നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. നിനക്ക് അയാളെ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അല്ല, അത് പിന്നെ നയനേച്ചി, നീ കൂടുതലൊന്നും പറയണ്ട. അമ്മ വിളിച്ചപ്പോ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ദേ സിയുമായിട്ടുള്ള ബന്ധം ഏകദേശം ഉറപ്പിച്ച മട്ടില്ല. അത് വേണ്ടെന്ന് വെക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല നന്ദു. ശരി, എന്തേലും ഒരു വഴി ഞങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ അനി ഇറക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയും കൂടെ അങ്ങോട്ടേക്ക് പോയി. നന്ദുവിന് ഭയങ്കര സങ്കടമായി. അതേസമയം അനന്തപുരിയിൽ വലിയ ചർച്ച തന്നെ നടക്കുവാണ്. അജയനോട് ജാനകി പറഞ്ഞു, അവനെ ഉപദേശം നന്നാക്കേണ്ട അച്ഛനായിരിക്കണേ. അല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ പോക്ക് ശരിയല്ല, അവനെ ഒന്ന് ഉപദേശം നേരെയാക്കണമെന്ന്. എന്നിട്ട് അജയേട്ടൻ അത് ചെയ്തിട്ടുണ്ടോ? എന്നിട്ടിപ്പ എന്തായി? ഇവിടം വരെ എത്തിയില്ല കാര്യങ്ങളൊക്കെ. അവൻ ലോക്കപ്പിലായല്ലേ. അത് കേട്ടപ്പോൾ അജയന് നല്ല ദേഷ്യം വന്നു. അപ്പോഴേക്കും ജാനകി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ജാനകി പറഞ്ഞു, എനിക്ക് തോന്നേ ആ CA മനഃപൂർവ്വം അനിയെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നതാന്ന് തോന്നേ. അയാൾക്ക് പ്രതികാരം കാണുമായിരിക്കും. ആ നന്ദുവിനെ കെട്ടാൻ പോകുന്നവനല്ലേ അയാള്. അപ്പൊ നന്ദുവിന്റെ പിന്നാലെ അനി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാരം ചെയ്യുന്നതായിരിക്കും. അതേസമയം ജയൻ പറഞ്ഞു, അയാളൊരു മാന്യനായിട്ട് എനിക്ക് തോന്നേ. ജലജ പറഞ്ഞു, അത് ശരിയാ, അയാൾ മാന്യനാ. അല്ലെങ്കിൽ പണ്ട് അനിയെ ഇടിച്ച് സൂപ്പാക്കില്ലായിരുന്നോ? അങ്ങനെ ലോക്കപ്പിൽ ഇടില്ലായിരുന്നോ? ദേവേനി പറഞ്ഞു, എനിക്ക് തോന്നുന്നേ മനഃപൂർവ്വം അനാമി ചെയ്ത കാര്യം ഇതെന്ന്. മനഃപൂർവ്വം ചെയ്ത കാര്യമോ? അല്ല പിന്നെ, അനി ഗ്രൗണ്ടിലേക്ക് ചെന്ന സമയത്ത് അനിയെ കൊണ്ട് തല്ലിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാന്ന്. ജയൻ പറഞ്ഞു, അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആരാണെങ്കിലും തല്ലിപ്പോ. അതുകൊണ്ടായിരിക്കും അവൻ തല്ലിയത്. ദേവേനി പറഞ്ഞു, അത് ശരിയാ ജയേട്ടാ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും സംഭവിച്ചേ. ഒരുപക്ഷെ തല്ലിയാലല്ലേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ അവൾക്ക്. അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അനാമയെക്കുറിച്ച് കുറ്റം പറഞ്ഞു കേട്ടപ്പോൾ ജാനകിക്ക് സഹിച്ചില്ല. ജാനകി പറഞ്ഞു, മോളെക്കുറിച്ച് കുറ്റം പറയുന്നു, അല്ലെങ്കിലും അവൾ ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം എന്നും അവളെക്കുറിച്ച് കുറ്റം പറയാനോ എല്ലാവർക്കും സമയമുള്ളൂ. അനി ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, മോള് ചെയ്യുന്നതിനോ കുഴപ്പം. അജയന് ദേഷ്യം വന്നു. അജയൻ അങ്ങ് ചാടി എഴുന്നേറ്റു. എന്താടി നീ പറഞ്ഞേ? അവൾ അവളുടെ മരുമോളെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. നിനക്ക് നാണമില്ലേ? ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് പോരെ ജാനകി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, നീ ഈ വീടിന് പുറത്തായിരിക്കും. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നിന്റെ കാരണം അടിച്ച് പൊട്ടിച്ച് നിന്നെ ഞാൻ പുറത്താക്കും. അതെ, അനി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തല്ലാൻ പാടില്ലായിരുന്നു. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത്ര സഹിക്കാൻ വയ്യാത്തോണ്ടാ. അല്ലെങ്കിൽ എന്റെ ചെക്കൻ അങ്ങനെയൊന്നും തല്ലുന്നവനല്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധം പോലും നിനക്കില്ലല്ലോ. അതും പറഞ്ഞു ജാനകിയെ വലിച്ചു കീറുക. അജയന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ജാനകി അനാമിയോടൊപ്പം നിൽക്കുന്നതിന്റെ ദേഷ്യം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതേസമയമാണ് ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം നോക്കുവാണ്. അനി ആ കൂടെ ഉണ്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ അനിയെ കണ്ടില്ല. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, എന്റെ മോൻ ആ കൂടെ ഇല്ലല്ലോ. ജാനകി ആ പാടെ വിഷമിച്ചു. അപ്പോഴേക്ക് ആദർശം നയനെ അകത്തേക്ക് കയറി വന്നു. ജയൻ ചോദിച്ചു, എന്തായുടെ മോനെ കാര്യങ്ങള്? അനിയെ വിട്ടില്ലേ? അനിക്ക് എന്ത് പറ്റി? അത് പിന്നെ അച്ഛാ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ CA. വിടാൻ പറ്റില്ലെന്നോ? അതെ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. ഇനിയിപ്പോ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടതായിട്ട് വരും. എന്റെ ദൈവമേ, എന്തൊക്കെയാ കേൾക്കുന്ന ഞാന് എന്ന് പറഞ്ഞ് ജാനകി നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. അജയൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യടാ മോനെ ആദർശേ? എന്ത് ചെയ്യാനാ മുത്തശ്ശ? ഒരു നല്ല വക്കീലിനെ കാണണം. നല്ല വക്കീലിനെ കണ്ട് നമുക്ക് ജാമ്യം എടുക്കാൻ നോക്കണം. നയന പറഞ്ഞു, അതല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്ദുവിനെ CAയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, എല്ലാം നിന്റെ അനുജത്തി ഒറ്റയെടുത്തി കാരണം. അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്റെ അനിയത്തി എന്ത് തെറ്റ് ചെയ്യുന്ന? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? അനാമിക മോള് ഇപ്പൊ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാൻ കാരണം നിന്റെ അനുജത്തി ഒറ്റയെടുത്തി തന്നെയാ. അല്ലായിരുന്നെങ്കിലോ? എനിക്കൊരു കാര്യം ഉറപ്പാ, അവളും ആ CAയും കൂടെ ഒത്തുചേർന്നിട്ടാണോന്ന്. അനിയെ പിടിച്ച് അകത്തിടുവാണെങ്കിൽ ആ സമയത്ത് CA ആയിട്ട് അവൾക്ക് ഒരുമിക്കാലോ, അതിനു വേണ്ടിയിട്ട്. നയന പറഞ്ഞു, ഇളയമ്മ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക നന്ദുവിനെ. നന്ദുവിന് അത്ര സ്വഭാവമൊന്നും അല്ല. നന്ദുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തോണ്ടാ. ഇനി എന്താടി മനസ്സിലാക്കാനുള്ള? ഇനി കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. അവൾ എന്തായിരുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ മോൻ ലോക്കപ്പിൽ കിടന്നാണ്ടല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കും എല്ലാത്തിനെ എന്താ ഏതാന്നൊക്കെ. ആ നന്ദു എന്ന് പറയുന്നവൾ കാരണം ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങള്. അവനെ ലോക്കപ്പിൽ വരെ എത്തിച്ചില്ലേ? പിന്നെ നിന്റെ മനസ്സിലൊരു വിചാരം കാണുമായിരിക്കും, നന്ദുവിനെ ഇങ്ങോട്ട് കൈ പിടിച്ച് കൊണ്ടുവരാന്ന്.
എനിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചേരെ. അതും പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് ജാനകി അകത്തേക്ക് പോയി. എനിക്ക് നല്ല സങ്കടമായി. ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പൊ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണത്. ജാനകി അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, എന്നാലും അവൾക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നും? അജയൻ പറഞ്ഞു, നല്ല രണ്ട് തല്ലിന്റെ കുറവാ. ഇളയമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരമ്മയും പറയുന്ന രീതിയിലേ പറയുള്ളൂ. മകനകത്ത് അകത്തായി കഴിഞ്ഞപ്പം അതിന്റെ വിഷമം അത് പറഞ്ഞ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കും ജയൻ അജയനോട് പറഞ്ഞു, നീ വാടാ മോനെ ആദർശേ, എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചോണ്ട് ജയൻ അങ്ങോട്ടേക്ക് പോയി. അവരങ്ങോട്ട് പോയപ്പം ജലജ പറഞ്ഞു, കണ്ടില്ലേ ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആര് കണ്ടു? ദേവേനി പറഞ്ഞു, ജലജെ, കുടുംബമായ ഇങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിക്കും, ഇങ്ങനെയൊക്കെ നടന്നിരിക്കും, ജീവിതമല്ലേ. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. അനിയിന്നല്ലെങ്കിൽ നാളെ ഇറങ്ങും. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചൊന്നും കാര്യമില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇതിവിടെ വരുത്തി വെച്ച കാര്യമല്ലേ, അവൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേ. അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ജലജെ, സംഭവിച്ചു പോയില്ലേ. അല്ലെങ്കിലും ആദർശനെ കണ്ടു വളർന്നവനാണല്ലോ അനി. അവര് രണ്ടുപേരും കൂടെ ഒരേ തൂവൽ പക്ഷികളാണല്ലോ. എന്റെ മോൻ അഭി മാത്രം പുകഞ്ഞു കൊള്ളി പുറത്തെന്നും പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കിയിരിക്കുന്നു. ദേവേനി പറഞ്ഞു, അതിലെന്താ തെറ്റിരിക്കുന്നേ? ശരിയായിട്ടുള്ള കാര്യമില്ലേ. നിന്റെ മകൻ പുകഞ്ഞു കൊള്ളി പുറത്ത് തന്നെയാ. നിന്റെ മകൻ ചെയ്തത്ര തെറ്റ് ഈ കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ല. എന്താ ഏട്ടത്തി പറഞ്ഞേ? എന്റെ മകൻ അഭി തെറ്റ് ചെയ്തെന്നോ? അവൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? എല്ലാത്തിന്റെയും പിന്നിൽ അവൻ ഉണ്ടോന്ന് പോലും സംശയമുണ്ട് എന്ന് നയന പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, നിന്റെ അനുജത്തി ആ ആദർശം അനിയൊക്കെ ചെയ്യുന്നുള്ള പ്രവൃത്തികളൊന്നും എന്റെ അഭി ചെയ്തിട്ടില്ല. പിന്നെ എല്ലാരും കൂടി അവനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കാൻ വേണ്ട. നയന പറഞ്ഞു, അബിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ പറഞ്ഞത്. ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ അവനുണ്ടോന്ന് പറയാൻ പറ്റില്ല. അവനും അപ്പച്ചി ഉണ്ടോന്ന് പോലും സംശയമുണ്ട്. ഓഹോ, അപ്പൊ എല്ലാ കുറ്റങ്ങളും ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള പ്ലാനല്ലേ? കൊള്ളാലോ നിങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇമ്മാതിരി പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. എന്നെ മോനെ, ഇതും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് പറഞ്ഞു വിടാനായിരിക്കും നിന്റെയൊക്കെ ഭാവം. അതും പറഞ്ഞ് ചവിട്ടി കുലിക്ക് അങ്ങോട്ടേക്ക് ജലജ കയറിപ്പോയി. ജലജ പോയി കഴിഞ്ഞപ്പോൾ ദേവേനൻ നയനോട് പറഞ്ഞു, അനിയുടെ കാര്യം ഓർത്തിട്ടാ പാവം, എന്ത് ചെയ്യാൻ പറ്റും. അതോർത്തിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട. അല്ല, അവനവനെ ലോക്കപ്പിൽ ഇട്ടിരിക്കുമല്ലേ, തല്ലുവോ മറ്റോ ചെയ്തോ? തല്ലിയിട്ടൊന്നും ഇല്ലമ്മേ, അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അനിയെ ഇറക്കിക്കൊണ്ട് വരാം. അമ്മ ഇനി ആ കാര്യത്തിൽ വിഷമിക്കണ്ട. അല്ല മോളെ, അവൻ്റെ ഒരു പാവ, അവനിങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നുള്ളൂ. അവന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാലോ. അവന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. ആ അനാമിക മനഃപൂർവ്വം കരുതി കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാ പാവ അതിനകത്തേക്ക് അവൻ പോയി വീഴുകയും ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ, എല്ലാരും അവനെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നയനെ ആശ്വസിപ്പിച്ചു. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അവനെ പുറത്തു കൊണ്ടുവരാം. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അതും പറഞ്ഞ് ദേവേനെ സമാധാനിപ്പിച്ചു. ഇതേ സമയം ആദർശും ജയനും അജയനും കൂടെ സംസാരിക്കുക. ജയൻ പറഞ്ഞു, നമ്മുടെ ഒട്ടുമിക്ക കേസുകളൊക്കെ അഡ്വക്കേറ്റ് രാജീവ് അല്ലേ ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ രാജീവിനെ തന്നെ നമുക്ക് ഈ കേസ് ഏൽപ്പിക്കാം. ജയൻ ചോദിച്ചു, അവന് ജാമ്യം കിട്ടുമോ? ഈ കാര്യത്തില് സംശയമാണ്. കാരണം അനാമയുടെ കാരണത്തടിച്ച പാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ലൊരു തെളിവാ. അത് കോടതി മുഖവിലേക്ക് എടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇത് അനാമികയുടെ വീട്ടുകാരും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് എനിക്ക് തോന്നണേ, അനിയെ കുരുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ നാണം കെടുത്തുക, അതൊക്കെ അവരുടെ ലക്ഷ്യം. ആദർശ് പറഞ്ഞു, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാ എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. ഒരു കാരണവശാലും അനി ജയിലിൽ പോയി കൂടാ. അങ്ങനെ വന്നാലേ പിന്നെ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ അനന്തപുരി ഒരു മരണവീടാവും. ഇപ്പം ജയ, നിന്റെ മകനെന്നുള്ള ഇതല്ല, അവനെല്ലാം ഞങ്ങളുടെ എല്ലാം സ്വന്തമാണ്. അറിയാലോ, എനിക്ക് എൻ്റെ മകനെ പോലെ അനി. അവനൊരു പോളിന് സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടത്തില്ല, കാണിച്ചു കൊടുക്കും ഞാൻ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അച്ഛാ, ഇവിടെ ആവേശമല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും അനിയെ പുറത്തിറക്കാൻ നോക്കുകയോ ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്യാം, പോയി വക്കീലിനെ കണ്ടുവരാം. അപ്പൊ ജയൻ പറഞ്ഞു, ഞാനും കൂടെ വരാടാ മോനെ. എന്ത് റിസ്ക് എടുത്തും എന്ത് വില കൊടുത്തും നമുക്ക് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. ചിലപ്പം നമ്മൾ പോയി വക്കീലിനെ കണ്ടില്ല, ദേവേനെ ഇനിയിപ്പം എതിർഭാഗം വക്കീലിനെ കാണും. എന്തിനാണെന്നറിയാവോ? എങ്ങനെയാണ് കയ്യെ കാലെ പിടിച്ച് ഇതൊന്ന് കോംപ്രമൈസ് ആക്കി എടുക്കാൻ. ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കോടതി കേസ് പോവാതെ കോംപ്രമൈസ് ആക്കുന്നതല്ല നല്ലത്. അതെ, ആ അനാമിയുടെയൊക്കെ കാലിൽ പോയി പിടിക്കാന്ന് പറഞ്ഞാൽ അതത്ര സുഖമുള്ള കാര്യം അതെനിക്ക് തോന്നില്ല. അജയൻ പറഞ്ഞു, ഏട്ടത്തിക്ക് എങ്ങനെയെങ്കിലും അനിയെ പുറത്തിറക്കിയാൽ മതിയെന്നുള്ളൂ. അതാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയണേ. അനി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നത് കാണാൻ ഏട്ടത്തി താല്പര്യപ്പെടുന്നില്ല. ആദർശ് പറഞ്ഞു, എല്ലാവരും അങ്ങനെ തന്നെയാ, എല്ലാവരുടെ മനസ്സിൽ അത് തന്നെയാ. പക്ഷെ അവളുടെ മുന്നിലൊക്കെ പോയി കെഞ്ചി കഴിയാന്ന് പറഞ്ഞ ഒരു പരിധിയില്ലേ. നമ്മളല്ലാതെ അനിയെ പുറത്തിറക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജയനും
ആദർശം കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അതേസമയം അനാമികയും വേണുവും കൂടെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലുക. അങ്ങനെ വക്കീലിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല സാറേ അവന് ജാമ്യം കിട്ടുമെന്ന്. ആ ജാമ്യം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാ. ഞാനേ പബ്ലിക് പ്രോസിക്യൂട്ടറാ, പിന്നെ ഡിഫൻസ് വക്കീല് എന്താണെങ്കിലും നല്ല സ്ട്രോങ് ആയിരിക്കും. അല്ല അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടണം. കോമ്പൻസേഷനോ? അതെ. എത്ര രൂപ? ഒരു 10 കോടിയെങ്കിലും കിട്ടണം. അത് കുറച്ച് കുറഞ്ഞു പോയില്ലേ? കുറഞ്ഞു പോയാ അപ്പൊ ഞാൻ കൂടുതൽ ചോദിക്കണം സാറേ. അതൊക്കെ തങ്ങളുടെ ഇഷ്ടം. അല്ല തനിക്കറിയാവോ വേണു, ഇപ്പൊ ഈ കേരളത്തിലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരേതാണ്ട് 3ഓ 4ഓ സ്ഥാനത്താ നിൽക്കുന്നത്. അനാമിക പറഞ്ഞു 3ആം സ്ഥാനത്ത്. അതാ പറഞ്ഞേ, അത്രയും ആസ്തി അവർക്കുണ്ട്. അവർക്ക് എത്രമാത്രം ഉള്ളതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളിടത്തുനിന്ന് പിന്നെ മേടിച്ചെടുക്കാനാണോ ബുദ്ധിമുട്ട്? അത് കേട്ടപ്പം അനാമിക പറഞ്ഞു, പക്ഷെ ആ കിളവൻ അത് തരുമെന്ന് തോന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അയാളുടെ സ്വഭാവം നന്നായിട്ടറിയാം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ കരുതി എന്നെ വിളിക്കാൻ വരുമെന്ന്. ആ ന്യൂസ് ചാനലിനകത്ത് പോയി അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പക്ഷേങ്കിൽ അങ്ങേര് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അങ്ങേര് എതിരിടാൻ തന്നെ തീരുമാനിച്ചെന്നല്ലേ? വേണു പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എതിരിട്ടല്ലേ മതിയാവുള്ളൂ. അവർക്ക് കാലെ കയ്യെ പിടിച്ച് വരാതിരിക്കാൻ പറ്റില്ല വേണു. അവർ ഉറപ്പായിട്ടും വരും. ഈ പറയുന്ന അനന്തമൂർത്ത് തന്നെ വരും. അവരുടെ കൊച്ചുമോൻ്റെ ആപത്തുണ്ടാകുന്ന കണ്ട പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കേസ് അത്ര സ്ട്രോങ് ആണല്ലോ. അനാമയുടെ കർണത്ത് പാടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും അവരിങ്ങോട്ടേക്ക് വന്നിരിക്കും. വന്ന് കയ്യെ കാലെ വീഴുന്ന സമയത്ത് എത്ര രൂപയാന്ന് ചോദിച്ചാൽ മതി. അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല. അല്ല അതൊക്കെ കിട്ടൂലോ അല്ലേ? കിട്ടുമോന്നോ? അതിനുശേഷം പതുക്കെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യണം. നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ മതി. ഡിവോഴ്സും കേസും ആയി കഴിയട്ടെ. അനാമി പറഞ്ഞു, അപ്പോഴും നല്ലൊരു തുക ആവശ്യപ്പെടണം കോമ്പൻസേഷനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ ഡിവോഴ്സ് കൊടുക്കത്തുള്ളൂ. വേണു പറഞ്ഞു, അല്ല മോള് പറയുന്നതിലും തെറ്റില്ല. കാരണം മോൾക്ക് ഇനിയിപ്പോൾ 2ാം ഘട്ടമല്ലേ വരത്തുള്ളൂ. ഇനിയിപ്പോൾ ആദ്യ ഘട്ടം എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു വേണു. നിങ്ങളുടെ മോൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അവന് നല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ട വന്നേരം, ആ കുഞ്ഞിനും മാസം മാസം ചെലവിന് കൊടുക്കേണ്ട വന്നേരം. പക്ഷെ ഇവിടെ അതില്ലാതെ പോയല്ലോ. വേണു പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല സാറേ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ള തുക ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. നമുക്ക് നോക്കാം, നമുക്ക് വാദിക്കാം എന്നൊക്കെ പറഞ്ഞു. അവസാനം അനാമയും വേണു അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതേസമയം നന്ദു സിയയുടെ അടുത്തേക്ക് വന്നു. സിയയോട് പറഞ്ഞു, സാറേ ഇനിയിപ്പം കോടതി ഹാജരാക്കാൻ പറ്റുമോ? അതിനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു വരുമ്പോഴത്തേനും സമയം പോവില്ലേ? അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അത് വേണ്ട. അല്ല സാറേ അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കിയാലോ? അപ്പൊ സിയെ ആലോചിച്ചു. ഇനി ഹാജരാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവൾക്ക് സംശയം തോന്നും. അത് പാടില്ല. ഹാജരാക്കണേ ഹാജരാക്കട്ടെ. സിയെ പറഞ്ഞു, അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നുള്ളൂ. സാറേ സാറിനറിയാലോ, അനി ഒരിക്കലും ഇങ്ങനെ ഒരു ലോക്കപ്പിൽ കിടക്കേണ്ടവനല്ല. അവന് അത്രക്കാരനും അല്ല, അവനൊരു കുഴപ്പക്കാരനും അല്ല. അത് നന്ദുവിന് എങ്ങനെ അറിയാം അവൻ കുഴപ്പക്കാരനല്ലെന്ന്? നന്ദുവിന് അവനെ അത്ര പരിചയമുണ്ടോ? അല്ല അത് പിന്നെ ഞാൻ ഏത് രീതിയിലാണ് നന്ദുവിനെ അറിയാവുന്നേ? നന്ദു പെട്ടു. നന്ദു പറഞ്ഞു, അല്ല സാറേ അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. അവനൊരു പാവാന്ന് ഉദ്ദേശിച്ചേ. ആ അനാമിക അത് അർഹിക്കുന്നതല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ കർണത്തടിക്കാൻ പറ്റുമോ? അതൊരു സ്ത്രീയുടെ കർണത്ത് ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന കാര്യമാണോ? സാറേ അനാമികയുടെ സ്വഭാവം അത്രയ്ക്ക് മോശമായതുകൊണ്ടാ അടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നന്ദു. അച്ഛന്മാർക്ക് പോലും ഇന്നത്തെ കാലത്ത് മക്കളെ അടിക്കാൻ പറ്റില്ല. ആരുടെ കർണത്ത്, പെൺമക്കളെ ആണെങ്കിലും കർണത്തടിക്കാൻ പറ്റില്ല. അതൊക്കെ വലിയ കേസും പ്രശ്നമൊക്കെ ആവും. അപ്പോഴാണ് അനി അവളുടെ കർണത്തടിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അവര് പരാതി കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവളുടെ കർണത്ത് ഇപ്പോഴും പാടുണ്ട്. ശരി സാറേ ഞാനെന്നാ കൊണ്ടുപോയി ഹാജരാക്കാൻ പോയിക്കോട്ടെ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സിഐ മനസ്സിൽ പറഞ്ഞു, ഇപ്പോഴും അവളുടെ മനസ്സിൽ അവനിങ്ങനെ പച്ച പിടിച്ച് നിൽക്കുക. എത്രയും പെട്ടെന്ന് അത് വലിച്ചു പറിച്ച് കളയണം, ഇല്ലെങ്കിൽ തനിക്ക് പണിയാകും എന്ന് സിഐ മനസ്സിൽ കരുതി. ഇത്തിരി കഴിഞ്ഞപ്പോൾ നന്ദു അനിയുടെ അടുത്തേക്ക് വന്നു. അനിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നിന്നെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കോ? അതെന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോന്നേ? എന്താടാ സ്റ്റേറ്റ്മെന്റ് എടുക്കാണ്ട് നിന്നെ കൊണ്ടുപോകണ്ടേ? അല്ല അതിന്ന് വേണമെന്നില്ല, നാളെ കൊണ്ടായാലും മതി. എടാ ഒരെണ്ണം ഇട്ട് തന്നാണ്ടല്ലോ. നീ എന്തൊക്കെയാ നീ പറയണേ? അല്ല എനിക്കിവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തിന്? അല്ല ഇവിടെ കിടക്കുവാണെങ്കിൽ നിന്നെ എനിക്ക് കണ്ടോണ്ടിരിക്കാലോ. കണ്ടോണ്ടിരിക്കാന്നോ? അതെ നീ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നീയും ആ സിഐയും തമ്മില് എത്രമാത്രം അടുത്ത് ഇടപെടണമെന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റൂലോ. ഇതേ ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. നീ എന്താടാ ഇനി ഇങ്ങനെ? നീ എന്താടാ നന്നാവാത്തേ? നിനക്കെന്താ പറഞ്ഞ തലയിലേക്ക് കയറില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നിന്ന് ഇനിയിപ്പം ജാമ്യം ഇത് കിട്ടിയില്ലെങ്കിൽ, മജിസ്ട്രേറ്റിന് അടുത്തിരുമ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നിന്നെ ജയിലിലേക്ക് കൊണ്ടിടും. അറിയാലോ? ജയിലിലോ? എന്നാലും കുഴപ്പമില്ല. അതെന്താ
ജയിലിൽ നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വന്നാൽ മതി, എനിക്ക് പ്രശ്നമല്ല. അയ്യോ, ഇവനെ കൊണ്ട് മനുഷ്യൻ മടുത്തു പോകണല്ലോ. എടാ, നിന്റെ തലയിലേക്ക് പറഞ്ഞാൽ നിനക്ക് എന്താടാ കേറില്ലാത്തേ? പറഞ്ഞാൽ ഒട്ടും തലയിൽ കയറുന്നില്ലേ? ഓ, അതൊന്നും കുഴപ്പമില്ല നന്ദു, നീ എവിടെയുണ്ടോ അവിടെ എനിക്ക് ഇരിക്കാനാണ് ഇഷ്ടം. അതിപ്പോ ഏത് നരകമാണെങ്കിലും കുഴപ്പമില്ല, നരകത്തിലാണെങ്കിലും നീ എന്നോടൊപ്പം വേണം. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. നന്ദുവിന് ദേഷ്യം വന്നു, ഇവനോട് പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ലല്ലോ. അപ്പോഴേക്കും ആ സി ഐ അങ്ങോട്ടേക്ക് വരുന്നേ. അവര് തമ്മിൽ സംസാരിച്ച് അങ്ങനെ ചിരിക്കുന്നതൊക്കെ സി ഐ കണ്ടു. ദേ അയാൾ വരുന്നുണ്ട്, ആ സി ഐ വന്നിട്ട് അനിയോട് പറഞ്ഞു, അനി ഒരു നിമിഷം പോലും എനിക്ക് ഈ ലോക്കപ്പിൽ കിടത്തണമെന്ന് ഒരു താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ നന്ദുവിനോട് പറഞ്ഞു, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ട് ഹാജരാക്ക്, ചിലപ്പോൾ ജാമ്യം കിട്ടിയാലോ. അങ്ങനെ ജാമ്യം കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, ലോക്കപ്പിൽ കിടക്കുന്നതുകൊണ്ട്. അപ്പോഴേക്കും സി എ പറഞ്ഞു, അവിടുന്ന് ജാമ്യം കിട്ടിയില്ല നേരെ ജയിലിലേക്കാണ് വിടുന്നത്. ഇവിടുത്തെ പോലെ അത്ര സുഖമുള്ള ഏർപ്പാടായിരിക്കില്ല ജയില്. സാറേ, ജയിലിൽ കിടക്കണമെന്ന വിധിയെങ്കിൽ ജയിലിൽ കിടന്നല്ലേ മതിയാവുള്ളൂ. നമുക്കൊരു തലവരയുണ്ട്, അത് മാറ്റാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അപ്പോഴേക്ക് സി എ നന്ദുവിനോട് പറഞ്ഞു, ഇവനെയും കൂടെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകും. ഓ, നന്ദു ആണോ കൊണ്ടുവന്നേ? എന്നാ രക്ഷപ്പെട്ടു, പൊളിച്ചു. അവളോടൊപ്പം യാത്ര ചെയ്യാലോ, അവളുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യാലോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലേക്ക് വന്നു. അനിയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായി. സി എച്ചു, എന്താ അനി, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട് സാറേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതുപോലൊന്നും ആയിരിക്കില്ല ജയില്. അതൊന്നും കുഴപ്പമില്ല സാറേ എന്ന് പറഞ്ഞ് അനി ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.